ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിലൊന്നാകെ 17 ഓവറുകളാണ് ഇന്ത്യക്കെതിരെ ഓഫ് സ്പിന്നർമാരെറിഞ്ഞത്. പക്ഷേ 106 റൺസ് മാത്രമാണ് ഓഫ് സ്പിന്നർമാർക്കെതിരെ ഇന്ത്യക്ക് നേടാനായിട്ടുള്ളത്. റൺ റേറ്റ് 6.23. ബൈലാറ്ററൽ സീരീസിലടക്കം വലിയ പ്രഹരശേഷിയിൽ ബാറ്റ് വീശിയിരുന്ന അഭിഷേക് ശർമ്മയടക്കം സ്ലോ ബോളർമാർക്ക് മുന്നിൽ നിരായുധനാകുന്ന അവസ്ഥ. ഇന്നലെയും താരത്തിൻ്റെ ബാറ്റിംഗ് ഒട്ടും പോസിറ്റീവായിരുന്നില്ല. സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് ബാറ്റ് വീശിയ താരം നിരവധി തവണയാണ് ബീറ്റണായത്. ലുങ്കി എങ്കിയുടെ സ്ലോ കട്ടറുകൾ നേരിടുന്നതിലും താരം തികഞ്ഞ പരാജയമായി. താരത്തിൻ്റെ വീക്ക് ലിങ്കുകൾ എതിരാളികൾ കൃത്യമായി മനസ്സിലാക്കിയെന്നതുകൂടിയാണ് മോദി സ്റ്റേഡിയത്തിൽ തെളിഞ്ഞു കണ്ടത്. അഭിഷേകിനൊപ്പം തന്നെ തിലക് വർമ്മയുടെ മോശം ഫോമും ഇന്ത്യൻ ബാറ്റിങ്ങിന് തിരിച്ചടിയാകുന്നുണ്ട്. പാകിസ്ഥാനെതിരായ മത്സരത്തിലടക്കം ഇഷാൻ കിഷന്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യൻ ബാറ്റിംഗ് ദൗർബല്യത്തെ ഒരു പരിധിവരെ മറച്ചുവെച്ചത്. പവർ പ്ലേയിൽ ഇഷാൻ കിഷൻ നൽകുന്ന മൊമെന്റം മധ്യ ഓവറുകളിൽ ഇന്ത്യക്ക് നഷ്ടമാകുന്നതിൻ്റെ പ്രധാന കാരണവും തിലകിൻ്റെ സ്ലോ ബാറ്റിംഗ് ആണ്. നിലവിൽ 120 മാത്രമാണ് T20 ലോകകപ്പിൽ തിലകിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. ഇതുവരെ 90 പന്തിൽ നേടിയത് 107 റൺസ് മാത്രം. അഭിഷേക് ശർമ്മ മുതൽ റിങ്കു സിംഗ് വരെയായി ഇന്ത്യൻ ലൈനപ്പിൽ 8-ൽ 6 താരങ്ങളും ഇടങ്കയന്മാരാണ്. നെതർലൻഡ്സ് അടക്കമുള്ള താരതമ്യേന ചെറിയ എതിരാളികൾ ഇന്ത്യയുടെ ബാറ്റിങ്ങിനെ കൃത്യമായി എക്സ്പോസ് ചെയ്തിരുന്നു. സൂപ്പർ 8ലെ ആദ്യ മത്സരത്തിൽ കണ്ടതും സമാനമായ കാര്യങ്ങൾ തന്നെ. ഓഫ് സ്പിൻ ബോളിങ്ങിനെതിരായി ഇന്ത്യയുടെ ദൗർബല്യം മറികടക്കാൻ വലങ്കയൻ ബച്ചറെ ടീമിലേക്ക് ആഡ് ചെയ്യുക എന്നതാണ് വരും മത്സരങ്ങളിൽ ഇന്ത്യക്കുള്ള ഏക പോംവഴി. അഭിഷേകിന് പകരം സഞ്ജുവിനെ ടീമിലെടുക്കണമെന്ന് മുൻ താരങ്ങളടക്കം പോയ ദിനം അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. സഞ്ജുവിനെ പ്ലേയിങ് 11ലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന കാര്യം പരിഗണനയിലാണെന്ന് പോസ്റ്റ് മാച്ച് പ്രസ് മീറ്റിൽ ഇന്ത്യയുടെ അസിസ്റ്റന്റ് കോച്ച് റയാൻ ഡെസ്കാറ്റെ വ്യക്തമാക്കുകയും ചെയ്തു. റൈറ്റ് ഹാൻഡർ ബാറ്ററെ ടോപ്പ് ഓർഡറിൽ കൊണ്ടുവരുന്നത് ടാക്ടിക്കൽ ഓപ്ഷനാണെന്നും റയാൻ പറഞ്ഞുവെച്ചു.